അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുന്ന പരിപാടിയിലേക്ക് എടുക്കുകയാണ്. അതിനായിട്ട് ആദ്യം നമ്മൾ നല്ല കട്ടിയുള്ള ഒരു ബുക്ക് നോക്കണം. ഓവർ കട്ട് ചെയ്യാൻ പാടില്ല. എന്താ പറയുക, നമ്മളിപ്പോൾ 4ാമത്തെ ഒരു പുസ്തകമാണ് എടുത്തത്. അതൊരു ചെറിയൊരു മിനിമം കട്ടി, അത് ഏകദേശം അതിൽ ഉറുദു ഒരു ഡിക്ഷണറിയാണ്. അത് സാരില്ല, നമുക്ക് അതെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ എടുക്കുന്നതിന് ശേഷം നമ്മളത് പോപ്പ് എന്നുള്ള ഒരു എന്താ പറയുക ഇതിലേക്ക് ഇടണം. എന്താ പറയുക, ഒരു സ്റ്റൈൽ എന്നുള്ളതിൽ പോപ്പിലിടണം. അതിന് ശേഷം നമ്മൾ എന്താ പറയുക ട്യൂൺ ഇമേജ് എടുത്തതിന് ശേഷം ഒന്ന് കളറ് കറക്റ്റ് ചെയ്യാണ് ഇവിടെ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, എന്താ പറയുക ബ്രൈറ്റ്നെസ്സും എല്ലാം നമ്മൾ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇനി എടുക്കേണ്ട ടൂൾ എന്ന് വെച്ചത് HDR സ്കേപ്പാണ്. HDR സ്കേപ്പ് എടുത്തതിന് ശേഷം കുറച്ചുകൂടി ഒന്ന് കളർ കറക്റ്റ് ചെയ്തതിന് ശേഷം അടുത്ത് നമ്മൾ വിൻറ്റേജാണ് എടുക്കാൻ പോകുന്നത്. വിൻറ്റേജ് ടൂളാണ്. അപ്പോൾ വിൻറ്റേജ് ടൂൾ എടുത്തതിന് ശേഷമാണ് ഇനി നമ്മൾ വേറൊരു പരിപാടി. അതായത് ഈ 4 ഭാഗങ്ങൾ, അതായത് എന്തെങ്കിലും പേരൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല. അതായത് നമ്മൾ 4 ഒരു ഡാർക്ക് ഷെയ്ഡിലാണ് കൊണ്ടുവന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഇത്ര ഒരു ഷെയ്ഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഡബിൾ എക്സ്പോസാണ് എടുക്കേണ്ടത്. ഈ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് തന്നെ നമ്മൾ ആ പുസ്തകം തുറന്ന് വെച്ചൊരു ഫോട്ടോ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ആ ഫോട്ടോ എടുത്തിട്ടുണ്ട്, അത് ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആ ഫോട്ടോ എടുത്തതിന് ശേഷം ഒന്ന് എന്താ പറയുക ഒപ്പാസിറ്റി ഫുള്ളിലാക്കി ഇടുക. അപ്പോൾ ഓക്കെ, ഒപ്പാസിറ്റി ഫുള്ളിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് കറക്റ്റാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഹോമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ കാണുന്നത് നമ്മളിപ്പോൾ ഡബിൾ എക്സ്പോസ് ചെയ്തൊരു ഫോട്ടോ ആണ്. അതിൽ ഇനി വ്യൂ എഡിറ്റ്സ് എടുത്തതിന് ശേഷം ഡബിൾ എക്സ്പോസിൽ ഒരു ഐക്കൺ ഉണ്ടാവും, സെൻട്രൽ ഐക്കൺ. അത് നോക്കിയതിന് ശേഷം നമ്മുടെ ഒരു ഐക്കൺ വേണ്ടിയില്ല അടിയിൽ, അത് നോക്കി നമുക്ക് റെഡായിട്ട് കാണും. നോക്കിയില്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു ഫോട്ടോ ആണ്. അപ്പോൾ നമ്മൾ ഒന്ന് ടച്ച് ചെയ്തിട്ടുള്ളൂ, അപ്പോൾ അതിനവിടെ എന്തായി ഒരു ഹോള് മാതിരി വന്നിട്ടുണ്ട്. അതായത് നമ്മളെ ഡബിൾ എക്സ്പോസ് ചെയ്യുന്നതിന് മുമ്പുള്ള ഫോട്ടോയിലേക്കാണ് പിന്നെ മാറുക. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബുക്ക് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഭാഗവും നമ്മൾ എന്താ പറയുക മായ്ച്ച് കളയേണ്ടതാണ്. ഉണ്ടോ, അവിടെ കൊടുക്കുമ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോൾ കാണിച്ചു തരാം, ഒരു മിനിറ്റ്. ഉണ്ടോ, ആ റെഡ് മാഞ്ഞു പോകുകയാണ്. ആ റെഡ് അങ്ങനെയാണ് ഫുൾ ഭാഗം, പുസ്തകത്തിൻ്റെ മേലെ നിന്നല്ലാത്ത ബാക്കിയുള്ള എല്ലാ ഭാഗവും നമ്മൾ എന്താ പറയുക മായ്ച്ച് കളയേണ്ടതാണ്. അപ്പോൾ നമുക്ക് മായ്ച്ച് കളഞ്ഞിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിപ്പോൾ 200 സബ്സ്ക്രൈബേഴ്സ് ഇതുവരെ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൽ സന്തോഷമുണ്ട്. പിന്നെ പെട്ടെന്നൊരു 1K സബ്സ്ക്രൈബേഴ്സൊക്കെ ആക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മളെല്ലാ ഭാഗവും ഏകദേശം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാണിപ്പോൾ ഫോട്ടോ എന്ന് വെച്ചത്. ഇനി ബുക്കിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ കുറച്ച് കിട്ടുന്നുണ്ട്, ഒരു എന്താ പറയുക പുല്ലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന രൂപം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളൊന്ന് ഫുൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒക്കെ റെഡിയാക്കി കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ എല്ലാ ഭാഗവും ഒന്ന് സെറ്റാക്കി കൊടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഡബിൾ എക്സ്പോസ് എടുത്തതിന് ശേഷം നമ്മളിനി ചെയ്യേണ്ടത് എന്താണ്, നമ്മുടെ എന്താ പറയുക ഒരു ഗ്ലോയിങ് ബൾബിൻ്റെ ഒരു ഐക്കൺ ഉണ്ടല്ലോ, നമ്മൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ മതി. ഗ്ലോയിങ് ബൾബ് ഓവർലേ എന്ന് അടിച്ചാൽ മതി, അപ്പോൾ കിട്ടും. ഒരു ബ്ലാക്ക് ഇതിൽ വേണം ഈ നമ്മൾ ഓവർലേ ഉണ്ടാവാൻ. അപ്പോൾ നമ്മളിതാ എന്താ പറയുക ആ ബൾബ് എടുത്തതിന് ശേഷം അത് നേരെ ഇതിലേക്ക് കൊണ്ടുവന്ന് പുസ്തകത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അവസ്ഥ. ഇനി നമുക്ക് വീണ്ടും ഓവർലേ ചെയ്യേണ്ടതുണ്ട്. അത് സേവ് ചെയ്തതിന് ശേഷം വീണ്ടും ഓവർലേ എടുക്കുക. ഒരു ഫയർ സ്പാർക്കിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കാണുന്നത്. ഈ ഫയർ സ്പാർക്കാണ് ഇനി വെക്കാനുള്ളത്. ഇതെങ്ങനെയെങ്കിലും ഒരു മൂലക്കിലായിട്ടാണ് ഇപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ എത്ര ഉള്ളൂ നമ്മുടെ പരിപാടി. ഇതൊന്ന് വേഗം സേവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതും നമ്മുടെ എഡിറ്റ് ചെയ്ത ഫോട്ടോ, ഇതും ഇതിന് എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ഫോട്ടോയുള്ള തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം.
അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നാൽ ഞങ്ങളെ വിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഇതുപോലത്തെ എന്താ പറയുക ഫോട്ടോ എഡിറ്റിംഗ് വീഡിയോ ആണെങ്കിൽ താഴെ കമൻറ്റിൽ അറിയിച്ചാൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഇനി ഇടാവുന്നതാണ്. അപ്പം